പരിശുദ്ധനും സുഗ്രഹനും ബലവാനും അമർത്തിനുമായ അങ്ങയുടെ സ്വഭാവത്തിനൊത്തരിപ്പ് എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, എസെക്കിയാവിന്റെ വാചക പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 34 വാക്യങ്ങൾ 11 മുതൽ 16 വരെ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എന്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിരുന്നു. അതുപോലെ ഞാൻ എന്റെ ആടുകളെ അന്വേഷിക്കും. കാറുമറിഞ്ഞ് അന്ധകാരപ്രദമായ ആ ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും. ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ അവയെ കൊണ്ടുവരും. രാജ്യങ്ങളിൽ നിന്ന് ഞാൻ അവയെ ഒരുമിച്ച് കൂട്ടും. സ്വദേശത്തേക്ക് അവയെ ഞാൻ കൊണ്ടുവരും. ഇസ്രായേലിലെ മലകളിലും നീരുറവകളിലും മനുഷ്യവാസമുള്ള എല്ലായിടങ്ങളിലും ഞാൻ അവയെ മേയ്ക്കും. നല്ല പുൽത്തകിടികളിൽ ഞാൻ അവയെ മേയ്ക്കും. ഇസ്രായേലിലെ ഉയർന്ന മലകളിലായിരിക്കും അവയുടെ മേച്ചിൽ സ്ഥലങ്ങൾ. അവിടെ നല്ല മേച്ചിൽ സ്ഥലത്ത് അവ കിടക്കും. ഇസ്രായേൽ മലകളിലെ സമൃദ്ധമായ പുൽത്തകിടിയിൽ അവ മേയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും. ഞാൻ അവയ്ക്ക് വിശ്വാസസ്ഥലം നൽകും. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും. വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും. മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും. ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും. നീതിപൂർവം ഞാൻ അവയെ പോറ്റും.
അതുവഴി ആത്മശരീരങ്ങൾക്ക് പോയിരിക്കുന്ന സ്നേഹവും സരിതവും രക്ഷയും ഞങ്ങളിൽ ധനമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്റെ സഹോദരരെ, വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഒരു സഹസ്രേഷ്ഠനും ക്രിസ്തുവിന്റെ സഹനങ്ങളുടെ ദിക്സാക്ഷിയും വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിന്റെ പങ്കുകാരനും എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുന്നു. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അധികരണത്തെ പരിപാലിക്കുകയും അത് നിർബന്ധം പോലും ആയിരിക്കരുത്. ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം. ലാഭേച്ഛയോടെ ആയിരിക്കരുത്. തീഷ്ണതയോടെ ആയിരിക്കണം. അധികരണത്തിന്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്. സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം. ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിന്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്കും ലഭിക്കും. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 10, 11 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകളിൽ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചുകളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻപറ്റവും ഒരിടയനുമാകും. വചന സന്ദേശം നൽകുന്നത് ഡോക്ടർ പോൾ മണവാളൻ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയമുള്ള സ്വസ്തി, സ്നേഹമുള്ള സഹോദരന്മാരെ, കുഞ്ഞുമക്കൾ, പുത്തൻവീട്ടിൽ ജോസച്ചൻ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. എല്ലാവരും കൂടി സന്തോഷം അറിയിച്ച അവസരത്തിലാണ് പട്ടാഭിഷേകം
ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ചൈതന്യത്തിൽ വേണം നടത്താൻ എന്ന് ആവശ്യപ്പെടുകയില്ല. അതുതന്നെ ഒരു സുന്ദരമായ തുടക്കമായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തനിക്ക് ഒരു ജീവിത ദർശനമുണ്ടോ എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. കത്തോലിക്ക സഭ 20 നൂറ്റാണ്ട് പഴക്കമുള്ള സഭയാണ്. ഒരുപാട് പൗരാണികത്വവും പാരമ്പര്യവും എല്ലാം അവകാശപ്പെടാനുള്ള സഭയാണ്. അത്തരം ഒരു സഭയെ അദ്ദേഹം ഒന്ന് പിടിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു. ചെറിയ വാക്കുകളിലൂടെ സഭ പുലരുകയും ചെയ്യുന്നു. ഒരു പൊരുത്തം ആവശ്യമുണ്ടായിരുന്നു, ഒരു വ്യതിയാനം ആവശ്യമുണ്ടായിരുന്നു. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം നമ്മെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. പുത്തൻ വീട്ടിൽ പിതാവും പറഞ്ഞത് സ്വീകരണമൊന്നും വേണ്ട, സമ്മാനമൊന്നുമേ വേണ്ട, സന്തോഷമായി കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് നമുക്ക് നമ്മുടെ ദൗത്യങ്ങളും കർമ്മങ്ങളും ധർമ്മങ്ങളും നിറവേറ്റാം. വളരെ ലഘുവായി ലളിതമായി സഭയെ ഒന്ന് സംസ്കരിക്കാൻ ശ്രമിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലടികളെ പിഞ്ചെല്ലാൻ പുത്തൻപെട്ടിൽ പിതാവിന് ഒരു മോഹം. പുത്തൻപെട്ടിൽ പിതാവിൻ്റെ ആത്മഭാവം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മഭാവത്തോടെ ഇണങ്ങി നിൽക്കുന്നു എന്നെനിക്ക് ഉറപ്പാണ്. ഏതൊരു സാഹചര്യത്തിലും തൻ്റെ വ്യക്തിത്വത്തിൻ്റെ തനിമ കാത്തു സൂക്ഷിക്കാൻ എനിക്ക് പരിചയമുള്ള ദിവസത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ നാട്ടിലും വിദേശത്തൊക്കെ വെച്ച് ഞാൻ അദ്ദേഹത്തെ പലവട്ടം കണ്ടിട്ടുണ്ട്, കൂടെ നടന്നിട്ടുണ്ട്. ഭാരിച്ചൊരു ഉത്തരവാദിത്വത്തിലേക്കാണ് പുത്തൻപെട്ടിൽ പിതാവിനെയും തരായിരിക്കുന്നത്. എറണാകുളം അതിരൂപതയുടെ പാത നിർണ്ണയിക്കുന്ന മോഹലുകൾ ത്രിത്വത്തിലും അതിൽ നമുക്ക് നമ്മുടെ സന്തോഷം പ്രകാശിപ്പിക്കാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. ആ ദൈവപരിപാലനയ്ക്ക് ഞാൻ കൊണ്ടുപോയി നടത്തിയിരുന്നു. എറണാകുളം ദേവതയിലെ അതിപ്രശസ്തവും ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നതുമായ ഇടവകയാണ് ഇടപെടി. ഇടപെടിയുടെ അഭിമാന വാചകമാണ് പൊതുപിടിക്കുക. രൂപതയെ നയിക്കുന്ന ഈ ത്രിത്വത്തിൻ്റെ പാതയിൽ അദ്ദേഹത്തിന് സാന്ത്വന പ്രകാശം പരത്താൻ കഴിയും. അവസരത്തിൽ ഉയരാൻ ഇടപെടൽ ലോകക്കാർക്ക് ഒരിക്കലും കഴിയാതെ പോയിട്ടില്ല എന്ന സന്തോഷമാണ് ഈ അവസരത്തിൽ മനസ്സിലുള്ളത്. കാലത്തിൻ്റെ സ്പന്ദനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ താരതമ്യേന ചെറുപ്പക്കാരനായ പിതാവിന് കഴിയില്ല. ആരാധനകളിലും ഇടപെടൽ തമ്മിലുള്ള ബന്ധങ്ങളിലും വൈദികരും ദൈവജനവും തമ്മിലുള്ള സമീപനത്തിലും എല്ലാ സമുദായങ്ങളും ജനങ്ങളും തമ്മിലുള്ള പാരസ്പര്യത്തിലും പ്രകാശം ചെയ്യാൻ പിതാവിനെ ദൈവം അനുഗ്രഹിക്കുന്നു. സമൃദ്ധമായി
മനുഷ്യനായി പിറന്നു